ബസിലിക്ക എന്ന് പറഞ്ഞ ബസിലിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കുണ്ട്. അതിന്റെ അർത്ഥം, ശരിക്കും വാച്യാർത്ഥം രാജാവിന്റെ ഇടം എന്നാണ്. രാജാവിന്റെ ഇടം 4-ാം നൂറ്റാണ്ടിന് ശേഷം ആ രാജാവിന്റെ ഇടത്തെ വലിയ പ്രാർത്ഥനാലയമാക്കി മാറ്റുകയും വളരെ മനോഹരമായിട്ട് അത് അലങ്കരിച്ച് സംവിധാനം ചെയ്ത് അതിന് പ്രത്യേകമായ ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഇത് മൈനർ ബസിലിക്കയാണ്. മൈനർ ബസിലിക്ക എന്ന് പറയുന്നത്, മൈനർ എന്ന് പറഞ്ഞാൽ ചെറുതാന്ന് നമുക്കറിയാം. മൈനർ ബസിലിക്ക എന്ന് പറയുന്നത് ചെറുതായത് കൊണ്ടല്ല, നേരെ മറിച്ച് റോമിൽ 4 ബസിലിക്കകളുണ്ട്. ബഹുമാനപ്പെട്ട റെക്ടസ് റോമിൽ പഠിച്ചതാണ്. ലാറ്റൻ ബസിലിക്ക എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ കത്തീഡ്രൽ പള്ളി സാൻ ജുവാനി ലാറ്റൻ ബസിലിക്ക ഉണ്ട്. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുണ്ട്. പരിശുദ്ധ അമ്മയുടെ മേരി മജോര ബസിലിക്കയുണ്ട്. വിശുദ്ധ പൗലോസിന്റെ ബസിലിക്ക ഉണ്ട്. ഇത് 4 ബസിലിക്കകൾ വത്തിക്കാനിൽ റോമിലുണ്ട്. അതിനെ 4 മേജർ ബസിലിക്കകൾ എന്ന് പറയും. അപ്പോൾ ആ ബസിലിക്കകളുടെ സ്ഥാനം ഒട്ടും കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് റോമിന് പുറത്ത് എവിടെയല്ല ബസിലിക്ക ഉണ്ടോ അതിനെല്ലാം മൈനർ ബസിലിക്ക എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് മൈനർ ബസിലിക്ക എന്ന് പറയുന്നത്. ഈ മൈനർ ബസിലിക്ക എന്ന് രാജാവിന്റെ ഇടം, കർത്താവിന്റെ പ്രത്യേകമായ സാന്നിധ്യമുള്ള സ്ഥലമാണ്. മാർപ്പാപ്പ കുർബാന ചെല്ലുന്ന സ്ഥലമാണ്. ഈ ബസിലിക്കകളിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഈ ബസിലിക്കയിൽ മാർപ്പാപ്പായോ അല്ലെ മാർപ്പാപ്പ നിയോഗിക്കുന്ന അച്ഛന്മാരോ ആണ് അവിടെ കുർബാന അർപ്പിക്കുക. അതിനുള്ള ആൾക്കാർ അവിടെയുണ്ട്. ഇവിടെ രക്ഷസനായി മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം നമ്മുടെ കാഞ്ഞിരക്കാട്ടച്ഛനെ ജോർജ് അച്ഛൻ നിയമിച്ചു. അച്ഛൻ കുർബാന അർപ്പിക്കുന്ന, അച്ഛനെ ഏൽപ്പിക്കുന്ന ആളുകൾ കുർബാന അർപ്പിക്കുന്ന ആൾക്കാർ ഒന്നാമത് ആൾക്കാരുണ്ട്. രണ്ടാമതായിട്ട് മാർപ്പാപ്പയുടെ ഒരു സിംഹാസനം ഈ ബസിലിക്കയിലുണ്ട്. എന്താണ് നമ്മൾ കേട്ടു, മാർപ്പാപ്പ തലശ്ശേരി രൂപതയിൽ വന്നാൽ, ദൈവത്തിന് അറിയാൻ വരുമോ ഇല്ലോ എന്ന്, വന്നാൽ മാർപ്പാപ്പ നിശ്ചയമായും ഈ ബസിലിക്കയിൽ വരും. അന്നേരം മാർപ്പാപ്പയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിംഹാസനം ഇവിടെയുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് ജൂബിലി വർഷത്തിൽ മാത്രം തുറക്കുന്ന ഒരു വാതായനം ഈ ജൂബിലിയിൽ ഉണ്ടായിരിക്കും. സാന്ദർഭികമായി ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വരുന്ന വർഷം 2025 എന്ന് പറഞ്ഞത് കർത്താവ് മിശിഹായുടെ ജൂബിലിയാണ്. കത്തോലിക്ക സഭയിലെ ഈശോ ജനിച്ചതിന് ശേഷം എല്ലാ 25 വർഷങ്ങൾക്കും ഒരു ജൂബിലി ഉണ്ട്. 25 വർഷത്തേക്കും ജൂബിലി ഉണ്ടായിരിക്കും. ആ വർഷം പ്രത്യാശയുടെ കവാടം തുറക്കണം എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ കത്തീഡ്രൽ പള്ളികളിലാണ് തുറക്കേണ്ടത്. അഭിവന്യ പിതാവിന്റെ അനുവാദത്തോടുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെമ്പേരിയിലും ഒരു പ്രത്യാശയുടെ കവാടം തുറക്കാവുന്നതാണ്. അത് 2024 ഡിസംബർ മാസം 29-ാം തീയതിയാണ് തുറക്കേണ്ടതെന്ന് മാർപ്പാപ്പയുടെ നിർദ്ദേശമുള്ളത്. അത് ഇവിടെ നിങ്ങൾ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യുക. മൂന്നാമത്തെ കാര്യം. നാലാമതായിട്ട് ഈ ബസിലിക്കയിലെ സ്വർണത്തിന് നൂലുകൊണ്ട് ബന്ധിച്ചിട്ടുള്ള ചുവന്ന വെൽവെറ്റുള്ള ഒരു പതാക ഉണ്ടാവും. അഞ്ചാമതായിട്ട് ഈ ബസിലിക്കകളിൽ കാപ്പ ധരിച്ച അൽമായരോ അല്ലെങ്കിൽ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ കൊയർ മെമ്പേഴ്സായിട്ട് കൊയറുണ്ടായിരിക്കും. അതിന് പുറമെ ഇന്നലെ നമ്മൾ ഇവിടുത്തെ കൊടയും മണിയല്ലേ മഞ്ചിച്ചുകാരും, ഇങ്ങനെയൊക്കെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ബസിലിക്ക എന്ന് പറയുന്നത്. അപ്പൊ രാജാവിന്റെ ഇടമെന്ന് പറയുന്ന ദൈവം പ്രത്യേകമായി അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ബസിലിക്ക എന്ന് പറയുന്നത്. നമ്മുടെ ചെമ്പേരി അപ്രകാരമുള്ള ഇടവകയായി തീർന്നു. മനോഹരമായിരിക്കുന്നു ഈ ദേവാലയം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒരു ബസിലിക്ക ആകാനുള്ളതിൻ്റെ എല്ലാ മഹിമയും മഹത്വവും ഒക്കെ ഉണ്ട്. ഈ സ്വർണം കൊണ്ട് പൊതിഞ്ഞ പോലുള്ള നമുക്ക് നല്ല മനോഹരമായ സ്വർണോസ് നമ്മൾ പറയാം, അല്ലെങ്കിൽ നമ്മുടെ മധുബഹായും മനോഹരമായ എല്ലാ ചുറ്റുവട്ടങ്ങളും. പണ്ടൊക്കെ പറയുമായിരുന്നു, പാലായിലെ ചേർപ്പങ്കൽ പള്ളിയിലെ മനോഹരമായ സ്വർണോസ് ഉണ്ട്, അവിടെ നിന്ന് കുർബാന ചെല്ലുന്നത് ഒരു ഭാഗ്യമായിട്ട് അനുഗ്രഹമായിട്ട് പറയുമായിരുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക, ചേർപ്പങ്ങിനേക്കാൾ ഒട്ടും കുറയാത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ അല്പം കൂടെ സ്റ്റാൻഡേർഡുള്ള സ്വർണോസ് ചെമ്പേരി പള്ളിയിലായിട്ടുണ്ട്. അതിനെ ഓർത്തുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയാണ്. മാതാവിനെ കുറിച്ച് വീണ്ടും വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതിനുശേഷം ഞാനൊരു സ്ത്രീയെ കണ്ടു, സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീയെ, അവളുടെ പാദത്തിനരിയിൽ ചന്ദ്രൻ, നക്ഷത്രങ്ങളിലുള്ള കിരീടം ധരിച്ചിട്ടുള്ളത്. അത് മറിയമാണ്. ആ മറിയം എന്ന് പറയുന്നത് തിരുസഭയുടെ വേറൊരു പ്രതീകം കൂടിയാണ്. അപ്രകാരമുള്ള പ്രതീകമുള്ള മനോഹരമായിട്ടുള്ള ഒരു സഭയായി തീരണമെന്ന് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നു. സഭയാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധിയാണ് നമ്മുടെയൊക്കെ മുഖമുദ്രയായിരിക്കേണ്ടത്. പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ
ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. തന്റെ ദാസിയുടെ താഴ്മയെ ദൈവം തൃക്കൻ പാർത്തു. ഇന്നു മുതൽ തലമുറകൾ തോറും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദൈവം തന്റെ ഭക്തരോട് നിരന്തരമായി കരുണ വർഷിക്കുന്നു എന്ന് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ചെമ്പേരിക്കാർ ബസിലിക്കായി ആഘോഷിക്കുമ്പോൾ മാതാവിനോട് ചേർന്ന് ഇങ്ങനെ പറയണം: എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കണം. ഞാൻ ആദ്യമായിട്ട് ചെമ്പേരിക്ക് വരുന്നത് 1970-ലാണ്. നിലയ്ക്കപ്പള്ളി അച്ഛൻ്റെ മടിയിൽ നിന്നുകൊണ്ട് തലപ്പുറമേ ഞാൻ ഒരു ജീപ്പേ കയറി വന്നതാണ്. അന്ന് ഇങ്ങോട്ട് ബസ്സൊന്നുമില്ല. അന്ന് ജീപ്പുകളുണ്ട്. അതിനു മുമ്പ് നടന്നു വന്നു. നല്ല വീടുകളില്ലാതെ, കഷ്ടപ്പാട് നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ, വേദന നിറഞ്ഞ ഈ പള്ളി ഇതൊന്നും ഇല്ലായിരുന്നു. ഇത് ചുറ്റുപാടൊക്കെ ഞാൻ എൻ്റെ പാപ്പന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിച്ചിരുന്നുള്ള കാര്യം. മരുന്നിന് വേണ്ടിയിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മരുന്നിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ സുഖമില്ലാത്ത എന്തുമാത്രം കഷ്ടപ്പെട്ട്. അപ്പൊ അങ്ങനെയുള്ള താഴ്മയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെ ദൈവം തൃക്കം പാർത്തിട്ട് വലുതാക്കി മാറ്റി, ബസിലിക്കയാക്കി മാറ്റി. അതുകൊണ്ട് നമ്മൾ പറയണം: എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് ജീവിക്കാനും സാധിക്കട്ടെ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ദൈവത്തിന് അനന്തമായ പദ്ധതിയാണ്, ദൈവത്തിന്റെ പരിപാലനയാണ്. അത് മാതാവ് വഴിയായിട്ട് നമ്മളെ അനുഗ്രഹിച്ചു. ലൂർദ് സ്ഥലത്ത് പോയിട്ടുള്ളത് നിങ്ങളുണ്ടായിരിക്കാം. അച്ഛൻ പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. മനോഹരമായ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കപ്പെടുന്ന സ്ഥലമാണ് ലൂർദ് എന്ന് പറയുന്നത്. ആ ലൂർദിന് മാതാവിനെയാണ് ചെമ്പേരിയിലെ മധ്യസ്ഥയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലൂർദ് മാതാവിലൂടെ നമുക്ക് ലഭിക്കുന്നുള്ള അനുഗ്രഹങ്ങളുടെ എണ്ണം പറഞ്ഞാൽ തീരുകയില്ല. അതിനുമാത്രം അനുഗ്രഹമുണ്ട്. ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കും. സാന്ദർഭിക ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലൂർദിലെ ധാരാളം ആളുകൾ വന്ന് രോഗസൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൊച്ചു ചെറുക്കന് ഇത് കേട്ടിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. പ്രാർത്ഥിച്ചിട്ട് അവസാന ദിവസം അവർ പ്രാർത്ഥിക്കുന്നവരെ ആ കൊച്ചിന് സുഖമായില്ല, അവന് സുഖമായില്ല. അപ്പൊ ഈശോയുടെ ആരാധന നേരത്തെ അവൻ വന്ന് പറഞ്ഞു: ഈശോയെ, എന്നെ സുഖപ്പെടുത്തണം. ഇല്ല, ഞാൻ നിന്റെ അമ്മയോട് പറയും കേട്ടോ. എന്നെ സുഖപ്പെടുത്തിയില്ല, നിന്റെ അമ്മയോട് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ആരോട്? മാതാവിനോട്. അടുത്ത ക്ഷണത്തിൽ ആ കൊച്ചു സുഖമായെന്നാ പറഞ്ഞു. ഈശോയ്ക്ക് ഈശോ അമ്മയെ പേടിച്ചിട്ട് വേഗം അവനെ സുഖപ്പെടുത്തിയിട്ട് ഇങ്ങനെ തമാശയായിട്ട് പറയും. അപ്പൊ മാതാവ് വഴിയായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കാതിരിക്കത്തില്ല. കാരണം അനന്ത പരിപാലനയിൽ പിതാവായ ദൈവത്തിന്റെ അതീവ പ്രീതിയുള്ള മാതാവ് മറിയമാണ് ആ ലൂർദ് മാതാവിന്റെ മധ്യസ്ഥയിലുള്ള ഈ ദേവാലയം അതിവിശിഷ്ടമാണെന്ന്, വിശുദ്ധമാണെന്ന് നമുക്ക് വിശ്വസിക്കുന്നുണ്ട്. അത് ഒരിക്കൽ കൂടി പറഞ്ഞു അതിന്റെ ശ്രേഷ്ഠമായ പദവിയിലേക്ക് ഉയർത്തിയ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. ദൈവം നമ്മളെ മേൽ ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നിരന്തരമായി കൈകൂപ്പി മുട്ടുകൂത്തി നമുക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ചെമ്പേരി മാതാവിന്റെ, ഈ ചെമ്പേരി പള്ളിയുടെ മഹത്വം കളയാതെ ജീവിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുക്കാനുള്ള ഒരു സമയം കൂടെയാണെന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം.